നമുക്കിന്നൊരു ദുബായ് കുനാഫെ പിസ്താഷ്യോ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചുണ്ടാക്കുന്നതാണ്. ഇതിന് ഞാൻ ഡയറി മിൽക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. 180 ഗ്രാം ഡയറി മിൽക്ക്, അൺസാൾട്ടഡ് ബട്ടർ, പിസ്താഷ്യോ, റോസ്റ്റഡ് പിസ്താഷ്യോ, വെർമിസെല്ലി, ഡബിൾ ക്രീം. ആദ്യമായിട്ട് നമുക്ക് റോസ്റ്റഡ് പിസ്താഷ്യോ നന്നായിട്ട് മിക്സിയിൽ 2-3 തവണ അരച്ചെടുക്കണം. അതിനുശേഷം അതിനകത്ത് ഒരു 3-4 സ്പൂണ് ഡബിൾ ക്രീം ഒഴിച്ച് പിന്നെയും മിക്സിയിൽ അരച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ വെർമിസെല്ലി കൈകൊണ്ട് ഞെരടി ചെറിയ പീസാക്കി മാറ്റണം. അതിനുശേഷം നമുക്കൊരു നമ്മുടെ ചോക്ലേറ്റ് പീസാക്കിയത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ബോയിലിംഗ് വാട്ടറിൻ്റെ മീതെ ഒരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ട് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇനി നമ്മുടെ മോൾഡിലേക്ക് ഏതാണ് മോൾഡ് യൂസ് ചെയ്യുന്നത് അതിനകത്തോട്ട് ചോക്ലേറ്റ് എല്ലാം തേച്ച് പിടിപ്പിക്കുക. വശങ്ങളിലും സൈഡിലും എല്ലാം ഇതാകണം. നമുക്കതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇനി അതൊരു ഫ്രീസറിലേക്ക് വെച്ച് ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഫ്രീസറിൽ. ഇനി ഒരു പാനിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് നമ്മുടെ വെർമിസെല്ലി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഷുഗറും ഒരു പൊടിച്ച ഷുഗർ 2 ടീസ്പൂൺ ഇട്ട് വഴറ്റണം. പിന്നെ നമ്മുടെ പിസ്താഷ്യോ അരച്ച് വെച്ചതും കുറച്ച് ഡബിൾ ക്രീം, 1 സ്പൂൺ ഡബിൾ ക്രീം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നമ്മുടെ മിക്സ് റെഡിയാക്കുക. ഇപ്പോൾ നമ്മുടെ മോൾഡിൽ നമ്മൾ ആക്കി വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് നമ്മുടെ വെർമിസെല്ലി ബട്ടറിൽ മിക്സ് ചെയ്ത ആ പാക്ക് നമുക്ക് മോൾഡിനകത്തേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിനകത്ത് മീതെ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ സ്പൂൺ വെച്ച് ആക്കുക. പിന്നെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്കതിൻ്റെ ലെവലാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇപ്പോൾ വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിലോട്ട് വയ്ക്കാം. ഞാൻ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇതെല്ലാം ഉറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. വാവ്, നല്ല സുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്ക്, നമ്മുടെ കുനാഫെ ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ് റെഡിയായി. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കാം. നോക്ക്, ഇതിൻ്റെ അകത്തെല്ലാം ഫില്ലിങ് എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മുറിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയും ക്രഞ്ചിയുമാണ്. നിങ്ങളൊന്ന് ട്രൈ